നോമ്പ് ചിന്ത 43-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് ബലിയവീട്ടിൽ, ഡയറക്ടർ, കൃപാസനം. നേടിയതിനെ മുറുകെ പിടിച്ചാൽ. ഫിലിപ്പി 3:16 നാം വായിച്ചത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ജീവിത ക്രമീകരണം വഴി നമ്മൾ നേടിയെടുത്തതിന് ഒരു പ്രത്യേകതയുണ്ട്. മുറുകെ പിടിച്ചില്ലെങ്കിൽ അവ ചോർന്നു പോകും. അതായത്, നോമ്പുകാലത്ത് ആർജിച്ച പുണ്യങ്ങളെ പരിപാലിക്കാനും സംരക്ഷിക്കാനും മുറുകെ പിടിക്കണം. സൂക്ഷ്മതയോടെ പിടിച്ചില്ലെങ്കിൽ നശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നോമ്പുകാലത്തിൻ്റെ പുണ്യങ്ങൾ സംരക്ഷിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആദിമസഭയ്ക്ക് കൊടുത്ത മുന്നറിയിപ്പാണ് ഫിലിപ്പി 3:16. നേടിയതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. അതിൻ്റെ കൂടെ പൗലോസ് പറയുന്നു, സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരാകുവിൻ, ഞങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപഠിക്കുവിൻ. ഫിലിപ്പി 3:17. അപ്പോൾ സഭയിലെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരെയാണ് കണ്ടുപഠിക്കേണ്ടത്. നേടിയതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു മാർഗമാണത്. അപ്പോൾ സഹോദരരെ, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവരാകുവിൻ, ഞങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപഠിക്കുവിൻ. എന്തെന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പി 3:17-20. ഇതാണ് ഈസ്റ്ററിൻ്റെ ഒരു സന്ദേശം. ദൈവത്തിൻ്റെ പ്രാധാന്യം ഉദരത്തിന് കൊടുക്കുന്നവരാണ് പിന്നീട് ഇതുപോലെ വീണുപോകുന്നത്. ദൈവ തിരുസന്നിധിയിൽ ലജ്ജാകരമായതിനെ അവർ മഹത്വതുല്യമായി എടുക്കുന്നു. അതുമൂലമാണ് അനേകം പേർ നോമ്പ് കഴിഞ്ഞ് വീണു പോകുന്നത്. അതിനാൽ ഈ വചനങ്ങളെ ജാഗ്രതയോടെ ജീവിതത്തിൽ പകർത്താം.